Hello dear students, welcome to the new session of Python programming. In the last class, we have studied about operators in Python and also about operator precedence and associativity. Today, we will discuss about the miscellaneous Python fundamental concepts such as statements, indentation, comments, user input and print function. First, statements. A statement can be thought of as an instruction that can be interpreted by the Python interpreter. There are different types of statements in Python like assignment statement, conditional statement, looping statement, print statement, etc. These all help the user to get the required output. We have already studied about the assignment statement and print statement. These are the examples of assignment statement and print statement. Okay. Next is indentation. Languages like C, C++, Java, etc. use curly braces for defining a block of code. One of the distinctive features of Python is its use of indentation to highlight the block of code. Mainly, 4 white spaces are used for indentation in Python. A body of a function or loop starts with indentation and ends with the first unindented line. The enforcement of indentation in Python makes the code look neat and clean. That is, Python's ഒരു important ആയിട്ടുള്ള feature ആണ് indentation. That is, നമ്മൾ Cയിലും C++ലും യൂസ് ചെയ്യുന്ന പോലെ ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെ സ്ട്രക്ചർ ചെയ്യാനായിട്ട് ഇവിടെ ബ്രേസസ്, കേളി ബ്രേസസ് യൂസ് ചെയ്യില്ല. അതിന് പകരമായിട്ട് പൈത്തണിൽ വൈറ്റ് സ്പേസ് ആണ് യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് നമുക്കൊരു ബ്ലോക്കിൻ്റെ ഉള്ളിൽ ഒരു കോഡ് എഴുതണമെങ്കിൽ ആ കോഡിനെ ഉള്ളിലേക്കായിട്ട് വരുന്ന കോഡുകളെ നമ്മൾ കുറച്ച് സ്പേസ് റൈറ്റ് സൈഡിലേക്ക് നീക്കിയിട്ട് നമ്മൾ അലൈൻ ചെയ്ത് കൊടുക്കും. Mainly 4 white space ആണ് ഇൻഡന്റേഷന് വേണ്ടി യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ഏറ്റവും പുറത്തെ ലൈനിൽ നിന്ന് ഉള്ളിലേക്ക് 4 വൈറ്റ് സ്പേസ് ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഈ ലൈനുകളെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതിനെയാണ് ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്. Look at this example. That is, it is an if statement in Python. That is, if a equal to 10 എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിന്റ് വാല്യൂ ഈസ് കറക്റ്റ്. അപ്പോൾ നമ്മൾ ഈ ഇഫിൻ്റെ ഉള്ളിൽ വരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ ബ്രേസ് യൂസ് ചെയ്യില്ല. പകരം ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ 4 സ്പേസ് ഇട്ടിട്ടാണ് ഇത് എഴുതുക. അപ്പോൾ ഈ ഒരു ബ്ലോക്കിൽ എന്തൊക്കെ ലൈൻ ഉണ്ടോ അതെല്ലാം ഇങ്ങനെ 4 സ്പേസ് ഇട്ടിട്ട് അറേഞ്ച് ചെയ്ത് എഴുതും. ദെൻ എപ്പോഴാണോ സ്റ്റേറ്റ്മെൻറ്റ് കഴിയുന്നത് സോ നെക്സ്റ്റ് ലൈൻ അൺഇൻറ്റൻറ്റഡ് ആയിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ തുടങ്ങും. വീണ്ടും എൽസിൻ്റെ ഉള്ളിൽ വരുന്ന ബ്ലോക്കുകൾ നമ്മൾ ഇൻറ്റൻറ്റ് ചെയ്തിട്ട് 4 വൈറ്റ് സ്പേസ് ഇട്ടിട്ട് ഉള്ളിലേക്ക് ആക്കി എഴുതും. അങ്ങനെയാണ് നമ്മൾ പൈത്തണിൽ ഇൻറ്റൻറ്റേഷൻ വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇവിടെ ബ്രേസ് ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെ സ്ട്രക്ചർ ചെയ്യാനായിട്ട് ബ്രേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല. അതിന് പകരം ഇൻഡന്റേഷൻ ആണ് യൂസ് ചെയ്യുക. ഇൻഡന്റേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലൈൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് സൈഡിലേക്ക് നീക്കി എഴുതുന്നതിനെയാണ് ഇവിടെ ഇൻഡന്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഈസ് കമന്റ്സ്. Comments are useful information that the developer provide to make the reader understand the source code. Comments are statements used in script file that are ignored by Python interpreter. Comments make the code more readable and understandable for human beings. Python single line comments start with hashtag symbol and last till the end of the line. സോ പൈത്തണിൽ സിംഗിൾ ലൈൻ കമൻറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹാഷ്ടാഗ്. ഏതൊരു ലൈനിലും ഹാഷ്ടാഗിന് ശേഷം വരുന്ന ഭാഗങ്ങൾ പൈത്തൺ ഇൻ്റർപ്രറ്റർ സ്കിപ്പ് ചെയ്യും. ദാറ്റ് ഈസ് കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂസർക്ക് റീഡബിലിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് കമൻറ്റ് എന്ന് പറയുന്നത്. അത് ഒരിക്കലും പൈത്തൺ ഇൻ്റർപ്രറ്റർ എക്സിക്യൂട്ട് ചെയ്യില്ല. പൈത്തണിൽ കമൻറ്റ്സ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഹാഷ്ടാഗ്. ഈ ഹാഷ്ടാഗിന് ശേഷം വരുന്നത് എന്താണോ ആ ലൈനിൽ ഹാഷ്ടാഗിന് ശേഷം വരുന്ന എല്ലാതും പൈത്തൺ ഇൻ്റർപ്രറ്റർ സ്കിപ്പ് ചെയ്യും. സോ ഒന്നിലധികം ലൈനുകൾക്ക് നമുക്ക് കമൻറ്റ് കൊടുക്കണമെങ്കിൽ ഓരോ ലൈനിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ ഹാഷ്ടാഗ് നമ്മൾ കൊടുക്കുക. സോ ഇതൊരു കോഡാണ്. ഈ കോഡിൽ ഈ 2 ലൈനും ഹാഷ്ടാഗ് ആണ് വരുന്നത്. സോ ഈ 2 ലൈനും പൈത്തൺ ഇൻ്റർപ്രറ്റർ അവോയ്ഡ് ചെയ്യും. സോ പ്രിന്റ് വെൽക്കം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ. ദിസ് ഈസ് അനദർ എക്സാമ്പിൾ. ഇവിടെ
എ ബി ഈക്വൽ ടു 1 3 ദാറ്റ് ഈസ് എയിലേക്ക് 1ന് ബിയിലേക്ക് 3നെ അസൈൻ ചെയ്യാണ്. എന്നിട്ട് അത് യൂസർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതിന് ശേഷം നമ്മൾ ഇവിടെ കമൻ്റ് ആയിട്ട് ഈ സ്റ്റേറ്റ്മെന്റിൽ എന്താണോ നടക്കുന്നത് അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാണ്. സോ ഇത് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ഈ ഹാഷ് ടാഗിന് ശേഷം വരുന്ന ലൈൻസ് എന്താണോ അത് പൈത്തൺ ഇന്റർപ്രറ്റർ അവോയ്ഡ് ചെയ്യും. ദാറ്റ് ഈസ് ഈ ഭാഗം സ്കിപ്പ് ചെയ്യും. അത് യൂസർക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ലൈൻസ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ലൈൻ. സോ ദിസ് ഈസ് കമന്റ്സ്. ഓക്കെ. ഓൾസോ പൈത്തണിൽ മൾട്ടി ലൈൻ കമന്റുകളും കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് മൾട്ടി ലൈൻ സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ട്രിപ്പിൾ കോട്ട്സിലാണ് നമ്മൾ മൾട്ടി ലൈൻ കമന്റ് പൈത്തണിൽ കൊടുക്കാൻ പറ്റുക. ഓക്കെ. നെക്സ്റ്റ് ഈസ് യൂസർ ഇൻപുട്ട്. In a programming language, the input from keyboard by user plays the most important role in executing a program. The input in many programs is prompted by user, and the user uses the keyboard in order to provide input for the program to execute. Python programming language also provides the facility to user to provide input from keyboard. So Pythonൽ യൂസർക്ക് കീബോർഡ് വഴി ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫങ്ഷൻസ് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഇൻപുട്ട്. ഓക്കെ. ഇൻപുട്ട് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ഡാറ്റ ഫ്രം ദ യൂസർ വൈൽ വർക്കിംഗ് വിത്ത് ദ സ്ക്രിപ്റ്റ് മോഡ്. ഇറ്റ് എനേബിൾസ് അസ് ടു ആക്സെപ്റ്റ് ആൻ ഇൻപുട്ട് സ്ട്രിംഗ് ഫ്രം ദ യൂസർ വിത്തൗട്ട് ഇവാലുവേറ്റിംഗ് ഇറ്റ്സ് വാല്യൂ. When the input function is called, in order to take input from the user, the execution of program halts and waits for the user to provide an input. The input is given by the user through the keyboard and it is entered by pressing the enter key. Okay, let us look at this example. ഇവിടെ ഒരു സ്ക്രിപ്റ്റ് ഫയലിൽ കോഡ് ചെയ്തിരിക്കുകയാണ്. നെയിം ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ഇൻപുട്ട് ഫംഗ്ഷൻ. ഈ ഇൻപുട്ട് ഫംഗ്ഷൻ്റെ കൂടെ നമുക്ക് എന്ത് പാരാമീറ്റർ വേണമെങ്കിലും പാസ് ചെയ്യാം. ഇങ്ങനെ പാരാമീറ്റർ പാസ് ചെയ്യാമെന്ന് നിർബന്ധമില്ല, അത് ഓപ്ഷണൽ ആണ്. ഇങ്ങനെ എന്താണോ കൊടുക്കണേ അത് നമുക്ക് ഔട്ട്പുട്ടിൽ എൻ്റർ യുവർ നെയിം എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് വരാൻ എന്താണോ നമുക്ക് ആവശ്യം അതാണ് ഇവിടെ ഓപ്ഷനായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു. ദെൻ അതിനുശേഷം പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വെൽക്കം ഈ വാരിയബിളിനെ നമ്മൾ പ്രിന്റ് ചെയ്യിക്കുകയാണ്. ഇതാണ് നമ്മുടെ കോഡ്. ഇത് കൊടുത്ത് ഇത് നമ്മൾ സ്ക്രിപ്റ്റ് ഫയലായിട്ട് കൊടുത്ത് ഇത് റൺ ചെയ്യാണ്. ഇത് റൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മളോട് ചോദിക്കും എൻ്റർ യുവർ നെയിം. ദാറ്റ് ഈസ് നമ്മളിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ട് പൈത്തൺ അവിടെ വെയിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് യൂസറിൻ്റെ കയ്യിൽ നിന്ന് കീബോർഡ് വഴി എന്തെങ്കിലും ഇൻപുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യും. എപ്പോഴാണോ യൂസർ നെയിം ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുന്നത് ആ സമയത്താണ് ഈ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ വാല്യൂ എന്താണോ ആ വാല്യൂ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ലൈൻ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് ലൈനിൽ ഇവിടെ പറയണത് പ്രിന്റ് വെൽക്കം ആ നെയിമിലുള്ളത് എന്താണോ അത് പ്രിന്റ് ചെയ്യാനാണ്. സോ വെൽക്കം സോണിയ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ദിസ് ഈസ് ദ യൂസ് ഓഫ് ഇൻപുട്ട് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് യൂസർക്ക് കീബോർഡ് വഴി ഇൻപുട്ട് റൺ ടൈമിൽ കീബോർഡ് വഴി ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഇൻപുട്ട്. ഓക്കെ. ദെൻ ഇൻപുട്ട് ഫംഗ്ഷന് ഒരു ഡ്രോബാക്ക് ഉണ്ട്. ഇൻ പൈത്തൺ വാട്ടെവർ യു എൻ്റർ ആസ് ഇൻപുട്ട് ത്രൂ ഇൻപുട്ട് ഫംഗ്ഷൻ it convert it into a string. If you enter an integer value, still input function convert it into a string. You need to explicitly convert it into an integer or float in your code using typecasting. അതായത് പൈത്തണിൽ ഇൻപുട്ട് ഫംഗ്ഷൻ വഴി എന്ത് റീഡ് ചെയ്താലും അതിനെ ഒരു സ്ട്രിങ് ആയിട്ട് മാത്രമാണ് പൈത്തൺ എടുക്കുന്നത്. അതിനെ നമ്മൾ നമ്പർ റീഡ് ചെയ്താലും സ്ട്രിങ് റീഡ് ചെയ്താലും ഫ്ലോട്ട് റീഡ് ചെയ്താലും എന്ത് ഇൻപുട്ട് ഫംഗ്ഷൻ വഴി റീഡ് ചെയ്താലും പൈത്തൺ അതിനെ കൺസിഡർ ചെയ്യുന്നത് ജസ്റ്റ് സ്ട്രിങ് ആയിട്ടാണ്. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇവിടെ ഇൻപുട്ട് എൻ്റർ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്ത് 30. സോ 30 എന്ന് പറഞ്ഞ വാല്യൂ num1ലേക്ക് സ്റ്റോർ ചെയ്തു.
ഓൾസോ ഇൻപുട്ട് എൻ്റർ സെക്കൻഡ് നമ്പർ. ഇവിടെ നമ്മൾ ഷെല്ലിലാണ് ചെയ്യണത്. നേരത്തെ നമ്മൾ കാണിച്ച പ്രോഗ്രാം സ്ക്രിപ്റ്റിലാണ് ചെയ്യുന്നത്. രണ്ടിലും ഇൻപുട്ട് ഫംഗ്ഷൻ വെച്ച് വർക്ക് ചെയ്യും. കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് മോഡിലാന്ന് മാത്രം. ഇത് ഷെല്ലിലാണ് ഇവിടെ വർക്ക് ചെയ്ത് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ എൻ്റർ സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂ എന്താണോ അത് num2 എന്ന് പറഞ്ഞ വേരിയബിളിലേക്കും അസൈൻ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യണത് num1 പ്ലസ് num2 എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തിട്ട് ഇവിടെ പ്ലസ് യൂസ് ചെയ്ത് ആഡ് ചെയ്ത് റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്യാണ്. ദെൻ റിസൾട്ട് എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ സം മീൻസ് എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ റിസൾട്ട് ആസ് 30 40. ദാറ്റ് ഈസ് 30 പ്ലസ് 40 ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമുക്ക് വേണ്ട ആൻസർ 70 ആയിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞ ഡ്രോബാക്ക് അനുസരിച്ച് ഈ 30നെയും 40നെയും നമ്പർ ആയിട്ടല്ല പൈത്തണിൽ കൺസിഡർ ചെയ്തത്, ജസ്റ്റ് സ്ട്രിങ് ആയിട്ടാണ്. സോ num1 എന്ന് പറഞ്ഞ വേരിയബിളിൽ ഒരു സ്ട്രിങ് വാല്യൂ ആയിട്ടാണ് 30 കിടക്കുന്നത്. അതുപോലെ num2ൽ ഒരു സ്ട്രിങ് വാല്യൂ ആയിട്ടാണ് 40 കിടക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു രണ്ട് സ്ട്രിങ്ങുകളുടെ ഇടയിൽ പ്ലസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് കോൺകാറ്റിനേഷൻ, രണ്ട് സ്ട്രിങ്ങിനെയും കമ്പൈൻ ചെയ്യാൻ. സോ ഇവിടെ അതേ ഇഫക്റ്റ് ആണ് വന്നത്. രണ്ട് നമ്പറിനെയും കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് 30 40 എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആയിട്ടാണ് നമുക്ക് കാണിച്ചു തരണം. ഇറ്റ് ഈസ് നോട്ട് എ നമ്പർ. ഇത് നമ്പർ ആയിട്ടല്ല കൺസിഡർ ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ കേസിൽ നമ്പർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടൈപ്പ് കാസ്റ്റിംഗ്. ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ ടൈപ്പിൽ നിന്ന് വേറൊരു ഡാറ്റ ടൈപ്പിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഓൾറെഡി 30 എന്ന് പറയുന്നത് സ്ട്രിങ് ആയിട്ടാണ് num1ലേക്ക് അസൈൻ ചെയ്യണം. ആ 30നെ നമുക്ക് സ്ട്രിങ് എന്ന് ഇൻറ്റിജർ ആക്കി കൺവേർട്ട് ചെയ്യണം. സോ വി ഹാവ് ടു യൂസ് ടൈപ്പ് കാസ്റ്റിംഗ്, അതായത് സ്ട്രിങ് ടു ഇൻറ്റിജർ കൺവേർഷൻ ഇവിടെ നടത്തണം. ഈ ഇവിടുത്തെ കേസിലും 30നെയും ഇൻറ്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം, 40നെയും ഇൻറ്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ രണ്ട് ഇൻറ്റിജർ വാല്യൂസ് ആഡ് ചെയ്താൽ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ 70 എന്ന് പറഞ്ഞ റിസൾട്ട് കിട്ടുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ടൈപ്പ് കാസ്റ്റിംഗ് യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് ആ ടൈപ്പ് കാസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട്, ദാറ്റ് ഈസ് സ്ട്രിങ് വാല്യൂനെ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് വി യൂസ് ദ ഫംഗ്ഷൻ ഇൻറ്റ്. ഓക്കെ, ഇൻറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രിങ് വാല്യൂസിനെ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ നേരത്തെ ചെയ്ത കോഡിന്റെ കൂടെ ഇൻപുട്ട് എൻ്റർ ദ ഫസ്റ്റ് നമ്പർ എന്നുള്ള ഒരു കോഡിന്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ഒരാളിനെയും കൂടി ആഡ് ചെയ്തിരിക്കുകയാണ്, ഇൻറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട്. ഇൻറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഉള്ളിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സോ ഇൻപുട്ട് എൻ്റർ ദ ഫസ്റ്റ് നമ്പർ എന്ന് കൊടുത്തു. അങ്ങനെ ഫസ്റ്റ് നമ്പർ 30നെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ 30 സ്ട്രിങ് ആയിട്ടാണ് ഇൻപുട്ട് ഫംഗ്ഷൻ റീഡ് ചെയ്യുന്നതെങ്കിൽ പോലും ആ 30 എന്ന് പറയുന്ന സ്ട്രിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻറ്റിജർ വാല്യൂ ആയിട്ടാണ് num1ലേക്ക് സ്റ്റോർ ചെയ്യുക. അതേപോലെ തന്നെ ഇൻപുട്ട് എൻ്റർ ദ സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്ത് അവിടെ ഇൻറ്റിജർ ഫംഗ്ഷനിലേക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ സെക്കൻഡ് നമ്പർ നമ്മൾ 40 കൊടുത്താൽ ആ 40നെയും കറസ്പോണ്ടിങ് ഇൻറ്റിജർ ആയി കൺവേർട്ട് ചെയ്തിട്ടാണ് num2ലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ num1 പ്ലസ് num2 ചെയ്യുന്ന സമയത്ത് ഈ 30യും 40യും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് 70 എന്ന് പറഞ്ഞ വാല്യൂ റിസൾട്ടിൽ സ്റ്റോർ ചെയ്യും. നേരത്തെ പോലെ കോൺകാറ്റിനേഷൻ അല്ല, കാരണം num1ലും num2ലും ഉള്ളത് ഇൻറ്റിജർ വാല്യൂസ് ആണ്, നോട്ട് സ്ട്രിങ് വാല്യൂസ്. കാരണം ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ num1ലേക്കും num2ലേക്കും വാല്യൂസ് വന്നത്. അതുകൊണ്ട് ഇവിടെ അഡീഷൻ ഓപ്പറേഷൻ കറക്റ്റ് ആയിട്ട് നടക്കും. റിസൾട്ട് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള 70 എന്നുള്ള റിസൾട്ട് വരും. ഓക്കെ, ദിസ് ഈസ് ദ ഇൻപുട്ട് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ മെയിൻലി നമ്മൾ ഡാറ്റാസിനെ കീബോർഡിൽ നിന്ന് റൺ ടൈമിൽ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഇൻപുട്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് പൈത്തൺ 3യുടെ കേസിലാണ്. പൈത്തൺ 3യിൽ ഇൻപുട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണോ നമ്മൾ ഇൻപുട്ട് വഴി കൊടുക്കുന്നത് ആ കൊടുത്ത വാല്യൂവിനെ സ്ട്രിങ് ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ അതിനെ ഇൻറ്റിജറോ ഫ്ലോട്ടോ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിനായിട്ട് ടൈപ്പ് കാസ്റ്റിംഗ് യൂസ് ചെയ്യണം. ഇവിടെ എങ്ങനെയാണ് ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യാന്നാണ് കാണിച്ചത്. ഇൻറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വഴിയാണ് നമ്മൾ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് വെച്ചിട്ടും ചെയ്യാം, ഷെല്ല് വെച്ചിട്ടും ചെയ്യാം. സ്ക്രിപ്റ്റ് വെച്ചിട്ടാണെങ്കിൽ അത് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ലൈൻസ് ഓഫ് കോഡ് ഒരുമിച്ച് എഴുതി നമുക്ക് ഒരുമിച്ച് റൺ ചെയ്യാൻ പറ്റും. സ്ക്രിപ്റ്റ് ഷെല്ലിലാണെങ്കിൽ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഇത് ചെയ്യേണ്ടി വരുന്നു മാത്രം. ഓക്കെ, അതാണ് ഇൻപുട്ട് മെത്തേഡ്. നെക്സ്റ്റ് ഇൻപുട്ടിന് വേണ്ടി യൂസർ ഇൻപുട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന വേറൊരു ഫംഗ്ഷനാണ് റോ ഇൻപുട്ട് ഫംഗ്ഷൻ. ഈ റോ ഇൻപുട്ട് ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, അതായത് റോ അണ്ടർസ്കോർ ഇൻപുട്ട്.
ഇതെന്ന് പറഞ്ഞാൽ പൈത്തൺ 2-ൽ ഉണ്ടായിരുന്ന ഒരു മെത്തേഡാണ്. പൈത്തൺ 2 എന്ന് പറഞ്ഞാൽ മുന്നത്തെ ഒരു വേർഷൻ ആണ്. ഇപ്പോൾ പൈത്തൺ 2 അല്ല, നമ്മൾ പൈത്തൺ 3 ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പൈത്തൺ 3-ൽ റോ ഇൻപുട്ട് ഇല്ല, ഇൻപുട്ട് ഫംഗ്ഷൻ ആണ് ഉള്ളത്. പക്ഷേ പൈത്തൺ 2-ൽ ഉണ്ടായിരുന്ന ഇൻപുട്ട് ചെയ്യാൻ, അതായത് റൺ ടൈമിൽ കീബോർഡിൽ നിന്ന് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് റോ ഇൻപുട്ട് ഫംഗ്ഷൻ. Next we move to another function, eval function. The eval function is used to evaluate the value of the string. It takes the string as an argument, evaluates this string as a number and returns the numeric result. If the given argument is not a string or it cannot be evaluated as a number, then eval results in an error. That is, ഇതാണ് eval എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ സിൻടാക്സ്. ഇതിൽ ഈ ഗ്ലോബൽസ് ലോക്കൽസ് എന്നൊക്കെ പറയുന്നത് ഓപ്ഷണൽ ആണ്, ഇതൊന്നും കൊടുക്കണമെന്നില്ല. നമുക്കിവിടെ എന്താണോ എക്സ്പ്രഷൻ മാത്രം eval ഫംഗ്ഷന്റെ പാരാമീറ്റർ ആയിട്ട് കൊടുത്താൽ മതി. ഈ കൊടുക്കുന്ന എക്സ്പ്രഷൻ എപ്പോഴും സ്ട്രിംഗ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. സ്ട്രിംഗ് ആയിട്ടാണ് ഇവാലുവേഷന്റെ ഉള്ളിലുള്ള പാരാമീറ്റർ നമ്മൾ കൊടുക്കേണ്ടത്. സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ കൊടുക്കാം. പക്ഷെ ആ കൊടുക്കുന്ന സ്ട്രിംഗ് ഒരു ഇൻറ്റിജർ വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കൂ, x = 1. ദെൻ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ് പ്രിന്റ് ഇവാൽ x + 1. ദാറ്റ് ഈസ് ഇവിടെ ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് ഇവിടെ റിട്ടേൺ ചെയ്യുക. പക്ഷേ ഇറ്റ് ഗിവൺ ആസ് എ സ്ട്രിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് റിസൾട്ട് ആയിട്ട് ഒരു ഇൻറ്റിജർ വാല്യൂ കിട്ടും. ഇങ്ങനത്തെ വാല്യൂസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ, ഓട്ടോമാറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇവാല്. സോ ഇവിടുത്തെ കേസിൽ 2 എന്ന് പറയുന്ന 1 + 1 2 എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് കിട്ടും. അതിനെ പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കണേ. സോ 2 കിട്ടും. Look at another example. Eval of 50 + 10. That is, ഇതിന്റെ പാരാമീറ്റർ ആയിട്ട് ഒരു സ്ട്രിംഗ് വാല്യൂ, സ്ട്രിംഗ് ആയിട്ട് നമ്മൾ ഒരു ഇൻറ്റിജർ റിസൾട്ടിനെയാണ് പാസ് ചെയ്തിരിക്കണേ. സോ 15 + 10 കാൽക്കുലേറ്റ് ചെയ്തിട്ട് 25 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂവിനെ എയിലേക്ക് അസൈൻ ചെയ്യും. Then we print a, we get the output 25. Okay, this is eval function. So ഒരു സ്ട്രിംഗിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് eval. പക്ഷേ ഇതിൽ it takes the string as an argument, evaluates this string as a number and returns the numeric result. So ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും ന്യൂമറിക് വാല്യൂ ആയിരിക്കും. സ്ട്രിംഗ് ആയിട്ടാണ് പാസ് ചെയ്യുന്നതെങ്കിലും നമുക്കിത് റിട്ടേൺ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ റിസൾട്ട് ആയിരിക്കും. അങ്ങനെ ഇൻറ്റിജർ റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടാവുന്ന നമ്പർ മാത്രമേ ഇവാലിന്റെ പാരാമീറ്റർ ആയിട്ട് നമുക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റൂ. ദാറ്റ് ഈസ് ഇവാൽ ഫംഗ്ഷൻ. ഓക്കെ, Next we move to the last topic, print function. Okay, നമ്മളിപ്പോൾ ഒരുപാട് എക്സാമ്പിളിൽ പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. പ്രിന്റ് ഫംഗ്ഷൻ നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് പ്രിന്റ് ഫംഗ്ഷൻ. The print function prints the given object to the standard output device or monitor. The simplest way to produce output is using print function, where you can pass 0 or more expressions separated by commas. This function converts the expression you pass into a string before writing to the screen. ഒരു പ്രിന്റ് ഫംഗ്ഷന്റെ സിൻടാക്സ് ആണ് ഇത്. ഓക്കെ, പ്രിന്റ് ഫംഗ്ഷനിൽ കുറേ ഫീൽഡുകൾ വരുന്നുണ്ട്. ദാറ്റ് ഈസ് വാല്യൂസ്, സെപ്പ് ആൻഡ് ഫയൽ. ഓക്കെ, ഇതിൽ ഈ വാല്യൂസ് മാത്രമാണ് നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഫീൽഡ്. ബാക്കിയുള്ളതെല്ലാം ഓപ്ഷണലാണ്. നമുക്ക് നമ്മുടെ ഔട്ട്പുട്ടിന് കൂടുതൽ മാറ്റങ്ങൾ വരുത്താനും അതിൻ്റെ അപ്പിയറൻസ് മാറ്റാനൊക്കെയാണ് നമ്മൾ ബാക്കിയുള്ള ഫീൽഡുകൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് ഫീൽഡാണ് വാല്യൂസ്. വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വാല്യൂസ് ആണോ പ്രിന്റ് ചെയ്യേണ്ടത്, അത് ഇൻറ്റിജർ ആവട്ടെ, സ്ട്രിംഗ് ആവട്ടെ, ഫ്ലോട്ട് ആവട്ടെ, എന്ത് വാല്യൂസ് ആണോ പ്രിന്റ് ചെയ്യേണ്ടത് ആ വാല്യൂസ് കോമ ഇട്ടിട്ട് നമുക്ക് കൊടുക്കാം. അതാണ് വാല്യൂസ് എന്ന് പറഞ്ഞ ഫീൽഡ്. എത്ര വാല്യൂസ് വേണമെങ്കിലും വി ക്യാൻ ഗിവ് സെപ്പറേറ്റഡ് ബൈ കോമാസ്. ഓക്കെ, നമ്മൾ എന്ത് വാല്യൂസ് കൊടുത്താലും ഇൻപുട്ട് ഫംഗ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനെ സ്ട്രിംഗ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ശേഷം മാത്രമാണ് പൈത്തൺ അത് പ്രിന്റ് ചെയ്യുന്നത്. സോ എന്തൊക്കെ വാല്യൂസ് വേണമെങ്കിലും നമുക്ക് കോമ ഇട്ട് കൊടുക്കാം. പക്ഷെ പൈത്തൺ അതിനെ കൺവേർട്ട് ചെയ്യും ടു സ്ട്രിംഗ്, എന്നിട്ടാണ് അത് പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വാല്യൂസ്. ദെൻ നെക്സ്റ്റ് ഫീൽഡ് സെപ്പ്. സെപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വാല്യൂസ് നമ്മൾ കോമ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വാല്യൂസ് പ്രിന്റ് ചെയ്ത് വരുമ്പോൾ ആ വാല്യൂസിന്റെ ഇടയിൽ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഇറ്റ് സ്പെസിഫൈ ഹൗ ടു സെപ്പറേറ്റ് ദ വാല്യൂസ് ഇഫ് ദർ ഈസ് മോർ ദാൻ വൺ. ഒന്നിലധികം വാല്യൂസ് ഉണ്ടെങ്കിൽ അതിന്റെ സെപ്പറേറ്റർ ആയിട്ട് എന്ത് വരണം എന്ന് കാണിക്കാനാണ് നമ്മൾ സെപ്പ് എന്ന് പറഞ്ഞ ഫീൽഡ് യൂസ് ചെയ്യുന്നത്. ഒന്നും നമ്മൾ പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് സ്പേസ് ആണ് സെപ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക. ദാറ്റ് ഈസ് ഓരോ വാല്യൂസിന്റെ ഇടയിൽ സ്പേസ് ആണ് വർക്ക് ചെയ്യുന്നത്.
Then next field end. It is also an optional field. It shows the string appended after the last value. Default new line. ദാറ്റ് ഈസ് നമുക്ക് ലാസ്റ്റ് ഒരു സ്ട്രിങ് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റിൽ ഒരുപാട് സ്ട്രിങ്ങുകൾ അല്ലെങ്കിൽ ഒരുപാട് വാല്യൂസ് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റിൽ ഒരുപാട് വാല്യൂസ് പ്രിന്റ് ചെയ്തിട്ട് ലാസ്റ്റ് വാല്യൂ കഴിഞ്ഞാൽ എന്ത് പ്രിന്റ് ചെയ്യണം, ഒരു സ്ട്രിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാരക്ടറോ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണ ഫീൽഡാണ് എൻഡ്. ഈ എൻഡ് ഫീൽഡിൽ നമ്മൾ എന്താണോ കൊടുക്കണേ അത് എല്ലാ വാല്യൂസും പ്രിന്റ് ചെയ്തതിന് ശേഷം ആ എൻഡ് വാല്യൂവിൽ കൊടുത്ത വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് അവിടെ വരുന്നത് ന്യൂ ലൈൻ ആണ്. ദാറ്റ് ഈസ് എല്ലാ വാല്യൂസും പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ലൈനിൽ കഴ്സർ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. Okay, so this is the syntax of print statement. Then consider this example. Print hello, how are you? ഇതാണ് ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ പ്രിന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉള്ളിൽ നമുക്ക് എന്തൊക്കെ വാല്യൂസ് വരണോ അതെല്ലാം കോമ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ രണ്ട് വാല്യൂസ് വരണം. അപ്പോൾ ഈ രണ്ട് വാല്യൂസിനെയും കോമ ഇട്ടിട്ട്, ഇത് രണ്ടും ഓൾറെഡി സ്ട്രിംഗ് വാല്യൂസ് ആണ്. സോ സ്ട്രിംഗ് വാല്യൂസിനെ കോമ ഇട്ടിട്ട് നമ്മൾ കൊടുത്തു. സോ ഔട്ട്പുട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് ദ ഔട്ട്പുട്ട് ലൈക്ക് ദിസ്, ഹലോ ഹൗ ആർ യു. നമുക്ക് ഔട്ട്പുട്ടിൽ കോമയൊന്നും ഉണ്ടാവില്ല, അത് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ വരും. ദെൻ അനദർ എക്സാമ്പിൾ, ഇതൊരു ടപ്പിൾ ആണ്. എക്സ് ഈക്വൽ ടു ആപ്പിൾ ബനാന ചെറി, ഇങ്ങനെ ഒരു ടപ്പിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ പ്രിന്റ് ഓഫ് എക്സ്, ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇങ്ങനെ പ്രിന്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇത് രണ്ടും ഡിഫറൻസ് ഉണ്ട്. പ്രിന്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ ടപ്പിൾ അതുപോലെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. പക്ഷേ ഇവിടെ വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഒരൊറ്റ സ്ട്രിങ് ആയിട്ട് നമുക്ക് കാണിച്ചു തരും. ഓക്കെ, ദെൻ അനദർ വേറെ കുറച്ച് എക്സാമ്പിൾ ആണ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റിന്റെ. ദാറ്റ് ഈസ് പ്രിന്റ്, നമുക്ക് 3 വാല്യൂസ് ഒരുമിച്ച് പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിന്റ് 10, 20, 30. നമ്മളിപ്പോൾ ഇവിടെ കൊടുത്ത പോലെ തന്നെ ഈ ഹലോ ഹൗ ആർ യു എന്ന് കൊടുത്ത പോലെ തന്നെ 10, 20, 30 ഇവിടെ സ്ട്രിംഗ് വാല്യൂസും കൊടുക്കാം, ഇൻറ്റിജർ വാല്യൂസും കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് 10, 20, 30 ഇത് ഇവിടെ വന്ന പോലെ തന്നെ ഹലോ ഹൗ ആർ യു എന്ന് പറഞ്ഞ് വന്ന പോലെ തന്നെ ഇവിടെയും കോമയും ഒന്നുമില്ലാതെ ഈ 3 വാല്യൂസും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരും. ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെയാണെങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഇവിടെയാണെങ്കിലും ശ്രദ്ധിച്ചറിയാം, ഇവിടെ നമ്മൾ സെപ്പറേറ്റർ ഒന്നും സെപ്പറേറ്റ് കൊടുക്കാത്ത കാരണം ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് സ്പേസ് ആണ് സെപ്പറേറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സാമ്പിളിൽ പ്രിന്റ് 10, 20, 30 സെപ്പ് ഈക്വൽ ടു സ്റ്റാർ. നമ്മൾ സെപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. സെപ്പ് എന്ന് പറഞ്ഞ ഫീൽഡ്. സ്പേസ് സെപ്പറേഷൻ ആയിട്ട് വരുന്ന സ്ഥലത്ത് സ്റ്റാർ എന്ന് പറയുന്ന സെപ്പറേറ്ററിനെ അവിടെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സെപ്പ് ഈക്വൽ ടു സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ വേറൊരു സെപ്പ് ഈക്വൽ ടു വേറൊരു സിമ്പിളാണ് അവിടെ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ സെപ്പറേറ്റർ ആയിട്ട് ആ ഒരു സിമ്പിൾ തന്നെ വരും. ദാറ്റ് ഈസ് സെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽഡ്. ഓക്കെ, അതുപോലെ ഇവിടെ സെപ്പറേറ്റർ ആയിട്ട് സെപ്പ് ഈക്വൽ ടു കോമ കൊടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂവിൻ്റെ ഇടയിൽ കോമ വരും. ഓക്കെ, അതുപോലെ സെപ്പ് ഈക്വൽ ടു സ്ലാഷൻ, സ്ലാഷൻ മീൻസ് ന്യൂ ലൈൻ ആണ്. സ്ലാഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓരോ വാല്യൂവിൻ്റെ ഇടയിൽ ന്യൂ ലൈൻ, ദാറ്റ് ഈസ് എല്ലാ വാല്യൂസും പുതിയ ലൈനിൽ പ്രിന്റ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ സെപ്പ് ഈക്വൽ ടു ടാബ്, സ്ലാഷ് ടി മീൻസ് ടാബ് ആണ്. ടാബ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ വാല്യൂവിൻ്റെ ഇടയിൽ ഒരു ടാബിൻ്റെ സ്പേസ് വ്യത്യാസം ഉണ്ടാവും. ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് ഒരു സിംഗിൾ സ്പേസ് ആണ് അവിടെ വരുള്ളൂ. പക്ഷേ നമുക്ക് സെപ്പ് എന്ന് പറയുന്ന ഫീൽഡ് വെച്ചിട്ട് നമുക്ക് ഈ ഓരോ വാല്യൂവിൻ്റെയും ഇടയിൽ നമുക്ക് സ്ട്രിങ്ങിൻ്റെ കേസായാലും ഇൻറ്റിജറിൻ്റെ കേസായാലും എന്തായാലും നമ്മൾ ഈ കോമയിട്ട് വാല്യൂസ് കൊടുക്കുമ്പോൾ ആ വാല്യൂസിൻ്റെ ഇടയിലുള്ള സ്പേസ് എത്രത്തോളം വേണം എന്ന് കാണിക്കാനായിട്ട് നമുക്ക് സെപ്പ് എന്ന് പറഞ്ഞ പാരാമീറ്റർ വഴി എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് സെപ്പ്. അതുപോലെ നമ്മൾ പഠിച്ചതായിരുന്നു എൻഡ്. എൻഡ് എന്ന് പറഞ്ഞ പാരാമീറ്റർ ഇപ്പോൾ ഇവിടെ നോക്കൂ, പ്രിന്റ് 3 എണ്ണം നമ്മൾ കോമയിട്ട് കൊടുത്തിരിക്കുകയാണ്, കൗവ്, ക്യാറ്റ്, ഡോഗ്. ദെൻ സെപ്പായിട്ട് നമ്മൾ കോമയാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ 3ൻ്റെയും ഇടയിൽ കോമ വരും. ഓക്കെ, ദെൻ ലാസ്റ്റ് എൻഡ് ക്യാരക്ടർ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സംഭവമാണ് കൊടുത്തത്. എൻഡ് എന്ന് പറഞ്ഞ ഫീൽഡിൽ നമ്മൾ ഇതാണ് കൊടുത്തത്. സോ ദാറ്റ് ഈസ് ഇതിനനുസരിച്ച് ഇന്ന് വാല്യൂസും വന്നതിന് ശേഷം ലാസ്റ്റ് എൻഡിൽ നമ്മളിപ്പോൾ ഈ കൊടുത്ത ഈ 3 സിമ്പിൾസ് വരും. അതിനുശേഷം സ്ലാഷൻ ആണ്. സോ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ലൈനിൽ കഴ്സർ വന്ന് നിൽക്കും. ഇറ്റ് ഈസ് എൻഡ് ഫീൽഡ്. സോ ഈ സെപ്പ് എന്ന് പറയുന്നതും എൻഡ് എന്ന് പറയുന്നതും നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് ഡിഫറെൻ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാവുന്ന ചില ഫീൽഡുകളാണ്. ഇതൊരിക്കലും നമ്മുടെ പ്രിന്റ് ഫംഗ്ഷനിൽ കമ്പൽസറി യൂസ് ചെയ്യേണ്ട ഫീൽഡുകളല്ല, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഫീൽഡുകളാണ്. ഓക്കെ, സോ I am going to wind up today's session. Hope all of you got the topic
താങ്ക് യു.